എത്താം ചർച്ചയിലേക്ക്. ജയിൽ DGP ശ്രീമതി ആർ ശ്രീരേഖ കൂടി നമ്മോടൊപ്പം ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. അവരിലേക്ക് പോകും മുൻപ് സിസ്റ്റർ ജസ്മി, ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച, ഈ 14 ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികൾ ഇപ്പോൾ മായാകൃഷ്ണൻ പറഞ്ഞ പോലെ അതിൽ 3 എണ്ണത്തിൻ്റെ പ്രവർത്തനം ക്രിസ്തീയ പുരോഹിതർക്കാണ് അതിൻ്റെ നിയന്ത്രണം കൊടുത്തിരിക്കുന്നത്. അവിടങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളും ഈ ഗർഭിണികളായി എത്തുന്ന ചെറിയ പ്രായത്തിലുള്ള പെൺകുട്ടികളുണ്ട്, ഗർഭമലസിക്കാൻ സമ്മതിക്കുന്നില്ല, അബോർഷന് എതിരാണല്ലോ, ഇവരൊക്കെ പ്രസവിക്കുകയാണ്. ഇങ്ങനെ പ്രസവിക്കപ്പെടുന്ന കുട്ടികൾ, ഈ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ എങ്ങോട്ട് പോകുന്നു, പ്രസവിച്ച ശേഷം ഈ പെൺകുട്ടികളെ എങ്ങോട്ട് അയക്കുന്നു, ഇതൊക്കെ വലിയ വിവാദമായിരിക്കുന്നു. പത്തനംതിട്ടയിലുണ്ടായ, തിരുവനന്തപുരത്തു നിന്നും 2015 ഉണ്ടായൊരു സംഭവമുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് ഒരു 13-കാരി ഗർഭിണിയായി എത്തുകയാണ്. ഈ പുനരധിവാസ പ്രസവശേഷം ഈ പെൺകുട്ടി, അവർ ഈ വീട്ടിൽ വെച്ചാണ് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടത്, അവിടേക്ക് തന്നെ പറഞ്ഞയക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ പുരോഹിതരെ ഏൽപ്പിക്കുന്ന വിഷയത്തിലുള്ള മറുപടി. ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടവർ തന്നെ അവർക്ക് പീഡകളൊക്കെ ഉണ്ടാക്കുന്ന വിധത്തിൽ അവരെ ഉപദ്രവിക്കുന്നവരായി തീരുന്നതിൽ വലിയ സങ്കടമുണ്ട്. നമ്മൾ വേലി തന്നെ വിളവ് തിന്നുന്നു എന്നൊക്കെ പറയുന്നത് പോലെ വലിയ കുറ്റം വരുന്നുണ്ട്. നമ്മൾ വീടുകളിൽ സംഭവിക്കുന്നു, റോഡിൽ സംഭവിക്കുന്നു, മറ്റ് ഹോട്ടലുകളിലും മറ്റും സംഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു സാധാരണക്കാരിൽ നിന്ന് വരുന്നതാണ്. അവരെ ന്യായീകരിക്കുകയല്ല. ഇത് ഏറ്റവും നന്മയിൽ ജീവിക്കും, ബ്രഹ്മചര്യം കാക്കും, കുട്ടികളെയും സ്ത്രീകളെയും ബാക്കി പീഡിതരായിട്ടുള്ള എല്ലാവരെയും സംരക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇത്തരം ഒരു ക്രൂരത എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ ചോദിക്കുന്നത്, ഈ പെൺകുട്ടി കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ കുഞ്ഞിന് കുറച്ച് അവകാശങ്ങളില്ലേ? ഈ പ്രസവിക്കുന്ന അമ്മയ്ക്കൊരു അവകാശമില്ലേ? ഇതൊക്കെ നിഷേധിക്കപ്പെടുകയാണ്. എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റി പാർപ്പിക്കുക, അമ്മയെ അവിടെ തന്നെ കൊണ്ടുവന്നാക്കുക. ഇതിനെ ഞാൻ അവർ തെറ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല പറയുക, ക്രൂരതയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു നീതി, ന്യായം, അവകാശം, ഇതൊക്കെ അവരൊക്കെ മനുഷ്യക്കുഞ്ഞുങ്ങളല്ലേ? അപ്പോൾ അത്ര പോലും ഒരു ദയയും കാരുണ്യവും കാണിക്കാതെ, ഇതൊക്കെ വാക്കുകളിലും പ്രസംഗത്തിലും കാര്യങ്ങളിലും ഉണ്ടായിട്ട് അത് പ്രാവർത്തികമാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആരെയാണ് പിന്നെ ഞങ്ങളൊക്കെ ഉപദേശിക്കേണ്ടത്? ഈ വൈദികരും സിസ്റ്റേഴ്സും ഒക്കെ മറ്റുള്ളവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കേണ്ടവരാണ്. അവർക്ക് ബലഹീനതയുണ്ടെന്ന് പറയുന്നതൊന്നും ഒരു ന്യായീകരണമല്ല. ബലഹീനതയുണ്ടെങ്കിൽ അവർ ഇറങ്ങി വന്ന് വിവാഹജീവിതം കഴിച്ച് ആ ബലഹീനതയെ തീർക്കട്ടെ. ഇത് വിവാഹം പരിഹാരമാകുന്ന വിഷയമല്ല, അതിലപ്പുറം ഒരു കുറ്റകൃത്യത്തിന് കൂട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ശ്രീമതി ആർ ശ്രീരേഖ, ഇന്നിപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്, ഈ വനിതാ ദിനത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പോലീസ് സംവിധാനമാണ്. കേരളത്തിലെ പോലീസ് സംവിധാനം ഇന്നിപ്പോൾ മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിരിക്കുകയാണ്, വാളയാറിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നൊരു ഉദ്യോഗസ്ഥനെ മാറ്റുന്ന ഒരു സാഹചര്യം. അവിടെ 2ാമത്തെ കുട്ടിയും മരിക്കാനിടയായ സാഹചര്യം ഉണ്ടാക്കിയത് അവിടുത്തെ പോലീസാണ്. ആദ്യത്തെ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം കൃത്യമായി റിപ്പോർട്ട് ചെയ്യാതെ 2ാമത്തെ കുട്ടിയെ കൗൺസിലിന് വിധേയമാക്കാതെ ഈ സാഹചര്യം ഉണ്ടാക്കിയത് മുഴുവൻ പോലീസാണ്. നിർഭാഗ്യവശാൽ പോലീസിൻ്റെ ജോലി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞിട്ടാണ് പോലീസിൻ്റെ പ്രവേശനം തന്നെ ഉണ്ടാകുന്നത് സീനിലേക്ക്. ഇതിന് മുമ്പ് പോലീസിനൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ പോലീസിന് വിവരം കിട്ടുന്നു, അതനുസരിച്ച് പോലീസ് വരുന്നു. വന്നു കഴിഞ്ഞാൽ ആ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇതിന് അറിയാഞ്ഞിട്ടല്ല, പോലീസിന് എന്തായാലും ഇതിനെപ്പറ്റി അറിയാമല്ലോ. നിയമം പഠിച്ചു വരുന്നവർ, ട്രെയിനിങ് കഴിഞ്ഞിട്ട് നിയമം പഠിച്ചു വരുന്നവരാണല്ലോ. പക്ഷെ പലപ്പോഴും പോലീസ് ഓഫീസേഴ്സ് തന്നെ ഇത് നിസ്സാരവൽക്കരിക്കുന്നു. അതായത് ഒരു ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു കുടുംബമാണ്, അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അത് നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. പണ്ട് തൊട്ടേ ഉണ്ട്, ഇതിപ്പോൾ പുതിയതായിട്ട് നടന്ന ഒന്നുമല്ല, നടക്കുന്ന കാര്യവുമല്ല. പ്രത്യേകിച്ച് വലിയൊരു ഉൾപ്പെടുന്ന കേസാണെങ്കിൽ അതിൽ സ്വാധീനത്തിന് വഴിപ്പെടുന്നു, ചെറിയൊരു ഉൾപ്പെടുന്ന കേസാണെങ്കിൽ അവഗണന പലപ്പോഴും കാണുന്നുണ്ട്. പക്ഷേ ഇതിലൊരു ഉന്നത ഉദ്യോഗസ്ഥൻ എന്തായാലും ഉണ്ടാവണമല്ലോ. ഇപ്പോൾ താഴോട്ടുള്ള ഒരു ഓഫീസറുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു അവഗണനയോ നിസ്സംഗതയാണ് ഇതിനെക്കുറിച്ച്. ഇത് സംഭവമാണ്, സാധാരണ നടക്കുന്നതാണല്ലോ, ഇതിനകത്ത് പറയാൻ എന്തിരിക്കുന്നു, ഇതിനകത്ത് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യാനിരിക്കുന്നു എന്നുള്ള ഒരു മട്ടിലുള്ള ഒരു നിസ്സംഗത. അത് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. സ്വന്തം കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ മുന്നിൽ അവരുടെ അടുത്തു നിന്നുണ്ടാകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു കേസിൻ്റെ പുറകിലേക്ക് ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ അവഗണനയുടെ മാതാപിതാക്കന്മാർ ശരിക്കുള്ള ഒരു സപ്പോർട്ട് കുട്ടികൾക്ക് കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ദുർഗതി വരുന്നത്. പക്ഷേ ഈ വാളയാറിലെ സംഭവത്തിൽ ആദ്യത്തെ കുട്ടിയുടെ കാര്യങ്ങൾ മുഴുവൻ ആ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നത്, നേരത്തെ പറഞ്ഞിരുന്നു പീഡിപ്പിക്കപ്പെട്ടിരുന്നു, അത് ബന്ധുവാണെന്ന് പറഞ്ഞിരുന്നു. അതല്ലല്ലോ ചെയ്യേണ്ടത്. ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരു സംഭവം നടക്കുന്നതായിട്ട് കാണുമ്പോൾ താക്കീത് ചെയ്ത് ബന്ധുവിനെ പറഞ്ഞു വിടുകയാണോ ചെയ്യേണ്ടത്? അത് ശരിയല്ലല്ലോ.
അതിന് അവർ പോലീസിൻ്റെ അടുത്ത് പോയി അപ്പം തന്നെ എന്തുകൊണ്ട് ഇതിനെ കേസെടുക്കാനായിട്ട് തയ്യാറ് നിന്നില്ല? ഷീ വിൽ ഓൾസോ ബിക്കം ആൻ അക്യൂസ്ഡ്. ഐ തിങ്ക് അവർ കൂട്ടുനിന്നത് പോലെയുള്ളൊരു മട്ടിലാണ് ഇപ്പോൾ പെരുമാറുന്നത്. ഒരു കുഞ്ഞിനെ ഉപദ്രവിക്കുന്നത് കണ്ടു എന്ന് നേരിൽ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഞാൻ താക്കീത് ചെയ്ത് വിട്ടു എന്നാണ് അമ്മ പറയുന്നത്. അത് എന്തൊരു പറച്ചിലാണെന്ന് എനിക്ക് മനസ്സിലാവും. അതിനുള്ള അറിവില്ലായിരിക്കും, അവരുടെ സാഹചര്യം മോശമായിരിക്കാം, എല്ലാ കാര്യങ്ങളും ആയിരിക്കാം. അതുപോലെയുള്ള പല പല കാര്യങ്ങളുണ്ട്. നമ്മൾ പോലീസിനെ മാത്രം കുറ്റം പറയുമ്പോൾ മറുഭാഗവും കൂടെ കാണണം. എന്തുകൊണ്ട് പോലീസ് ഇങ്ങനെ നിസ്സംഗരാകുന്നു എന്നുള്ളതും കൂടെ കാണണം. എന്താണ് പോലീസിനെ കൊണ്ട് ഇതുപോലെയുള്ള ചെയ്തികൾ ചെയ്യിക്കുന്നത്, അവഗണന, നെഗ്ലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട്? ആദ്യം തന്നെ ആ ബന്ധുവിനെതിരെ കേസ് എടുക്കണം, അല്ലെങ്കിൽ ഈ ബന്ധു പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ സമയത്ത് പോലീസ് ഇടപെടുമെന്ന് എങ്ങനെ വിശ്വസിക്കും? ഇതിന് ശേഷമുണ്ടായ സംഭവത്തിലും പോലീസ് എങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനു മുമ്പ് ചെയ്യുമെന്ന് എങ്ങനെ വിശ്വസിക്കും? അതെ, പക്ഷെ എന്നാലും പോലീസിന് വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അത് അടച്ചു വെക്കപ്പെടേണ്ട കാര്യം, മൂടി വെക്കപ്പെടേണ്ട കാര്യം. ഇപ്പോൾ ഈ വനിതാ ദിനത്തിൽ എന്താണ് ഈ സന്ദേശം എന്ന് പറയുന്നത്? മാറ്റത്തിനായി കരുത്തരാകുക എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സുരക്ഷ കരുതി എല്ലാവരും ഇപ്പോൾ കരാട്ടെ പഠിക്കാൻ പോവുക, കുങ്ഫു പഠിക്കാൻ പോവുക. ഇതാണോ നമുക്ക് നൽകാവുന്ന സന്ദേശം? നടക്കുന്ന കാര്യമല്ല. എല്ലാ പെൺകുട്ടികൾക്കും ഇതിനൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലൂടെ ശാരീരികമായി ഭയങ്കര ബലമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നേരിട്ട് സമരത്തിലൂടെ സ്ത്രീകൾ മുന്നോട്ട് പോകണം. അങ്ങനെയാണോ? ഓരോ ദിവസവും ഓരോ സ്ത്രീക്കും സമരമാണ്. സമരം എന്ന് പറയുന്നത് അതുമല്ല അതിൻ്റെ പോംവഴി. ഇത് ഒരു പോലീസ് വകുപ്പിന് മാത്രം ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വളരെ ഉപരിയായി പല കാര്യങ്ങൾ പല വകുപ്പുകൾ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കും. പോലീസ് ഇപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പ്, അതുപോലെ നിയമവകുപ്പ്, പോലീസ് വകുപ്പിൻ്റെ കൂടെ NGOs, സർക്കാർ ഇതര വകുപ്പുകൾ, സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന വനിതാ സംഘടനകൾ, വനിതാ കമ്മീഷൻ, ശിശു സംരക്ഷണ സമിതി, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റീസ്, ഇതുപോലെയുള്ള പലതും കൂടെ ചേർന്നായിട്ടുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കണം. അതിനോടൊപ്പം സ്ത്രീകളെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റില്ല. അവരുടെയും കൂടെ പങ്കാളിത്തം ഉണ്ട്. അവർ ശക്തി ആർജിക്കേണ്ടതായിട്ടുണ്ട്. പ്രതിരോധം എന്ന് പറയുന്നത് സ്ത്രീകൾക്കും കൂടെ അവകാശപ്പെട്ട കാര്യമാണ്. എല്ലായ്പ്പോഴും പോലീസ് ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളും എന്നുള്ള ഒരു തെറ്റായ മിഥ്യധാരണ അവർക്ക് കൊടുക്കണ്ട. കാരണം അതിനുള്ള പോലീസ് നമുക്കില്ല. അതുകൊണ്ട് ധൈര്യം എന്ന് പറയുന്നത് കൊച്ചു കുട്ടികളെ തന്നെ പഠിപ്പിക്കണം. ചെറിയ ക്ലാസ്സുകൾ മുതൽ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഏതൊക്കെയാണ് തെറ്റ്, ഏതൊക്കെയാണ് ശരി, ഏതൊക്കെ രീതിയിലുള്ള തുടലാണ് ശരി, ഏതൊക്കെ രീതിയിലുള്ള തുടലാണ് തെറ്റ് എന്നുള്ളത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, അച്ഛനമ്മമാർക്ക് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് കുടുംബത്തിൽ അവബോധം ഉണ്ടാക്കണം. അങ്ങനെയുള്ളൊരു വലിയ പ്രക്രിയ ഇതിൻ്റെ പുറകിലുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിന് വീഴ്ച ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ അത് കണ്ടുപിടിക്കപ്പെടുമ്പോൾ പലപ്പോഴും ഒരു കുരിശി തറയ്ക്കുന്ന ഒരു രീതി വരുന്നതിനേക്കാളും എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ സാധിക്കും? തെറ്റായ സ്പർശം തിരിച്ചറിഞ്ഞാലും അതിനെ പ്രതിരോധിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതും ആ സമയത്താണ് പോലീസിന്റെ ഇടപെടൽ ആവശ്യമായി വരുന്നത്. അകത്തുള്ള വിദ്യാഭ്യാസം വേണം, അത് ഇല്ല എന്ന് പറയുന്നത്. സ്കൂളിലെ ടീച്ചർമാരുടെ ഇടപെടൽ ആവശ്യമുണ്ട്. ആ സമയത്ത് കുട്ടികളുടെ സുഹൃത്തുക്കളുടെ ഇടപെടൽ ആവശ്യമുണ്ട്. പോലീസ് എന്ന് പറയുന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, അത് അവസാനത്തെ സ്റ്റേജിലാണ് പോലീസ് അതിനകത്ത് വരുന്നത് തന്നെ. ആ അവസാനത്തെ സ്റ്റേജിലും പോലീസിന്റെ ഇടപെടൽ എങ്ങനെയാണെന്നുള്ളതാണ് പലപ്പോഴും സംശയകരമായ സാഹചര്യം. മടങ്ങി വരാം സോണിയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം.